ഒരു ഭാഗത്ത് മധ്യസ്ഥ ചർച്ചകൾ സമാധാനത്തിലേക്ക് നീളുന്ന മധ്യസ്ഥ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ലബനീസ് സോൾജർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. നാസർ, തീർച്ചയായിട്ടും വിനീഷ, ലബനാനിലെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായിട്ടും ലബനാൻ അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയുടെ ആക്രമണവും ഇസ്രായേൽ സൈന്യത്തിന് വലിയ തോതിൽ ക്ഷതം വരുത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പം ഇസ്രായേലിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾക്കുള്ളിൽ 6 സൈനികരാണ് ഇപ്പോൾ ഇസ്രായേലിന് ലബനാനിലുള്ള ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ മേഖലയിൽ കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കാനും അതിർത്തിയിലെ ബഫർ സോൺ വിപുലീകരിക്കാനും ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിനെതിരെ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുകൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാഖിന്റെ പല ഭാഗങ്ങളിലും ആക്രമണം തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. ബഗ്ദാദ് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ന് രാവിലെയും അല്പം മുമ്പും ആക്രമണം നടന്നതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത്. ഇറാന്റെ പ്രത്യാക്രമണ ശ്രമങ്ങളിൽ ഹൂതികളുടെ പങ്കാളിത്തം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. സ്പെയിനും വ്യോമാതിർത്തി തുറന്നു കൊടുക്കില്ല അമേരിക്കയ്ക്ക് എന്ന നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് ഇറാന് വലിയ പിന്തുണ തന്നെയാകുന്നുണ്ട്. വിനീഷ, തീർച്ചയായിട്ടും. കാരണം നാറ്റോ രാജ്യങ്ങൾ നേരത്തെ മുതൽ തന്നെ അമേരിക്കയുമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു എതിർപ്പിലാണ്. കാരണം ഈ യുദ്ധം തങ്ങൾക്ക് വേണ്ടിയോ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോ വേണ്ടിയല്ല, ഒരു നിലക്കും സാധൂകരിക്കപ്പെടുന്ന ഒരു യുദ്ധമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് തങ്ങളെ കൂടി കൊണ്ടുവരാനുള്ള നീക്കം അത് ഏത് തലത്തിൽ നിന്നുണ്ടായാലും അതിന്റെ പേരിൽ ഏത് സമ്മർദ്ദമുണ്ടായാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് സ്പെയിനും ഫ്രാൻസും നിരവധി രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിന്റെ പിന്നാലെയാണ് ബ്രിട്ടൻ പോലും ഇപ്പോൾ അതിശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം തങ്ങളുടേതല്ലാത്തൊരു യുദ്ധത്തിലേക്ക് തങ്ങളെ സമ്മർദ്ദത്തിലൂടെ കൊണ്ടുവരാനുള്ള നീക്കം ഉണ്ടാകരുതെന്ന്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നാറ്റോ രാജ്യങ്ങൾക്കും നൽകിയത്. കാരണം ഒരു ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടായിരുന്നു, എനിക്ക് ആവശ്യമായ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് ലഭ്യമാവുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനി അധികം അങ്ങോട്ട് നമുക്ക് സഹകരിച്ചു പോകാൻ പറ്റില്ല എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ട്രംപ് നടത്തിയത്. ഇതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും കീഴടങ്ങുന്ന ഒരു പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സ്പെയിനും വളരെ ശക്തമായിട്ടുള്ള നിലപാട്. തങ്ങളുടെ വ്യോമ അതിർത്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു വിമാനവും അമേരിക്കയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഖ്യരാജ്യങ്ങളുടെയോ വിമാനം ഇറാന് നേരെ ആക്രമണം നടത്താൻ അനുവദിക്കുകയില്ല എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൂടുതൽ ട്രംപിനെ പ്രകോപിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒരുപക്ഷെ വൈകിട്ടോടുകൂടി കുറെ കൂടി ശക്തമായിട്ടുള്ള നാറ്റോ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.